ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാടിനെ തള്ളിവിടുന്ന നമ്മൾ തെരഞ്ഞെടുത്തയച്ച നമ്മളുടെ ജനപ്രതിനിധികളാണ് എന്ന് ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. വർഷങ്ങളോളം കർഷകർ ഡൽഹിയിൽ സമരം നടത്തി. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടത്തിൽ നിന്നവർ അവർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ആ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായില്ല എന്നൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേ അവസ്ഥയാണ് ഇന്ന് അസംഘടിതരായ ആശാവർക്കർമാര് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ജീവിക്കാൻ ആവശ്യമായ ഒരു തുക അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ചെയ്ത് കൂട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന സൽപ്പേര് അത് ഞങ്ങൾക്ക് വേണം, അതായത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണം. പണിയെടുക്കാൻ ഒരു വർഗവും അതുകൊണ്ട് അത് അനുഭവിക്കാൻ മറ്റൊരു വർഗവും എന്ന രീതിയിൽ ഇന്ന് മാറിയിരിക്കുകയാണ്. ഇവിടെ CPM ഭരണം കഴിഞ്ഞ് കോൺഗ്രസ് വന്നാലും കോൺഗ്രസ് മാറി താമര തിരിഞ്ഞാലും അതിലേക്ക് തുടച്ചു മാറ്റാൻ ചൂല് വന്നാലും യാതൊരുവിധ മാറ്റവും ഉണ്ടാകുകയില്ല. തോരന് കഞ്ഞി എന്നും കുമ്പിൽ തന്നെ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾ നടത്തി വന്നിരുന്ന കർഷക സമരം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നു ചേർന്നാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അവിടെ നിന്നും മാറ്റിയത്. ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ ഉത്പാദനം നിർത്തിവെച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് ഇന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആലോചിക്കുന്നത്. അതിനുള്ള തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ നാട്ടിലെ സർവ്വസമരങ്ങളും യോജിപ്പിച്ചുകൊണ്ട്, അതായത് അധ്വാനിച്ചവർക്ക് അതിനാനുപാതികമായ ശമ്പളം. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മളുടെ PSC മെമ്പർമാര് മറ്റ് സംസ്ഥാനങ്ങളിൽ കേവലം 20 പോലുമില്ല. ഉത്തർപ്രദേശിലാണെങ്കിൽ 3 മെമ്പർമാരാണുള്ളത്. അവർക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് 30,000 രൂപയും. അതേ സ്ഥലത്ത് കേരളത്തിലേക്ക് മാത്രം നോക്കിയാൽ 21 മെമ്പർമാര്, അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 3 ലക്ഷത്തിലധികവും. എന്നിട്ടും പറയുന്നു കേരളത്തിലെ നിയമനം മുഴുവൻ ഞങ്ങളാണ് നടത്തുന്നത്. ഈ PSC വഴി വന്ന നിയമനം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, കേവലം 17% താഴെ മാത്രമാണ് PSC വഴി നടക്കുന്ന നിയമനം. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ 21 അംഗങ്ങളും അവർക്കുള്ള പെൻഷൻ അതും കൂട്ടാം. എന്നാൽ ജീവിക്കാൻ വകയില്ലാത്തവർക്ക് ശമ്പളം കൂട്ടാനോ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു തുക നൽകാനോ എന്തുകൊണ്ടാണ് നമ്മളുടെ ജനപ്രതിനിധികൾ തയ്യാറാകാത്തതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ വോട്ട് ബാങ്ക് അല്ല. ഓരോ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മൾ തലമുറകളായി വരുന്ന ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു അചഞ്ചലമായ സ്നേഹം, ആ സ്നേഹത്തെ മുതലെടുക്കുക മാത്രമാണ് ഇന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇനി മാറ്റി കാണേണ്ടത്. നമ്മളൊരു വോട്ട് ബാങ്ക് ആണെന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടാകുകയും ആര് ജയിക്കണം, നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ മാറണമെന്നല്ല ഞാൻ പറയുന്നത്, ആര് ജയിക്കണം ആര് തോക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു തന്റെ ഇടം നമുക്കുണ്ടാകണം. നമുക്കെതിരെ പറഞ്ഞാൽ നിന്നെ തോപ്പിക്കുമെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്നുണ്ടാകുന്നോ അന്ന് നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ സമരം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശാവർക്കന്മാർ നടത്തി വരുന്ന ഈ സമരത്തിന്, അതായത് 48ാം ദിവസമാണില്ല, അതുപോലെ തന്നെ 10 ദിവസമായി നിരാഹാര സമരവും നടത്തി വരുന്നു. അവർക്ക് എല്ലാവിധ പിന്തുണയും രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ പേരിലും പാരാ കർഷക വേദിയുടെ പേരിലും വൺ ഇന്ത്യ വൺ പീപ്പിൾ പാർട്ടിയുടെ പേരിലും നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.